നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ പ്രതിയായ CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ CPM ക്രിമിനലുകൾ ആക്രമിച്ച സംഭവം നടന്നിട്ട് ഏകദേശം 1.5 മാസം കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയന്റെ വാടക വീട്ടിലാണ് ഈ ED ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയതും CPM ഗുണ്ടകൾ അവരെ ആക്രമിച്ച് വാഹനം തല്ലി തകർത്ത് അവരെ വധിക്കാൻ ശ്രമിച്ചതുമൊക്കെ. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ 26 പേരാണ് അറസ്റ്റിലായത്. ഈ കേന്ദ്ര ഉദ്യോഗസ്ഥരെ സഹായിക്കാനെത്തിയ പോലീസുകാരെ ആക്രമിച്ച സംഭവത്തിലാണ് ഒരു SFI-കാരൻ വിജയ് വിമൽ എന്ന് പറയുന്നവനെ അറസ്റ്റ് ചെയ്തത്. അയാൾക്ക് പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങി. പിന്നീടുള്ളത് 25 പേരാണ്. അതിൽ ഒരാൾക്ക് കൂടി ജാമ്യം കിട്ടി. ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള ഒരാൾക്ക് കൂടി ജാമ്യം കിട്ടി. അത് പബ്ലിക് പ്രോസിക്യൂട്ടർ കൂടി ഒത്തുകളിച്ചിട്ടാണ് അയാൾക്ക് ജാമ്യം കിട്ടിയത്. ബാക്കിയുള്ളത് 24 പേരാണ്. ഈ 24 പേരിൽ പ്രമുഖൻ IP ബിനു. അദ്ദേഹം കുന്നുകുഴി മുൻ കൗൺസിലറായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അദ്ദേഹം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ കേസിൽ ഉൾപ്പെട്ട് ജയിലിൽ പോയത്. ഞാനിത് പറഞ്ഞു തുടങ്ങിയത് ഈ IP ബിനു മുമ്പ് BJPയുടെ സംസ്ഥാന ഓഫീസിൽ ബോംബെറിഞ്ഞ കേസിലെ ഒരു പ്രതി കൂടിയാണ്. അങ്ങനെ നിരവധി കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. പക്ഷേ വ്യക്തിപരമായി ഇദ്ദേഹത്തിൻ്റെ പലരും എൻ്റെയും സുഹൃത്തുക്കളാണ്. ഒരു തവണ ഒരു ചടങ്ങിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കാണാനും ഇടയായിട്ടുണ്ട്, സംസാരിക്കാനിടയായിട്ടുണ്ട്. കുറേ ദൂരം ഞങ്ങളൊക്കെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം അത് മറന്നിട്ടുണ്ടാവാം. പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് മനസ്സിലായത് ഈ മനുഷ്യൻ വെറും ഒരു പാവത്താനാണ്. ഈ IP ബിനു എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സാധാരണക്കാരനായ ഒരു പാവത്താനാണ്. പിന്നെ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു ഹരമാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞു തുടങ്ങിയത് IP ബിനുവിനെ കോടതിയിലോ ആശുപത്രിയിലോ കൊണ്ടുപോകാനായി പോലീസിൻ്റെ ബസ്സിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്ന ഒരു ചിത്രം ഇന്നലെ സമൂഹ മാധ്യമത്തിലൊക്കെ ഈ അന്തം കമ്മികൾ പങ്കുവച്ചിരുന്നു. അതിൽ വളരെ ശോഷിച്ചാണ് അദ്ദേഹം, വളരെ ദയനീയനായി ഈ പോലീസ് വാഹനത്തിൻ്റെ നെറ്റിൽ പിടിച്ചുകൊണ്ട്, ആ സൈഡിലെ വിൻഡോയിലെ നെറ്റിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു കാഴ്ച. ആ കാഴ്ച കാണുമ്പോൾ ഒരേ സമയം തന്നെ 2 വികാരങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ പോയത്. ഒന്ന്, അത് ഞാൻ മുമ്പ് പരിചയപ്പെട്ട ബിനു എന്ന സാധാരണക്കാരനായ ഒരു സഖാവ്. 2, ഈ അക്രമത്തിൽ ഉൾപ്പെട്ട് ജയിലിലായി നിസ്സഹായനായിരിക്കുന്ന ഒരു മനുഷ്യൻ. ഒരിക്കലും IP ബിനു വിചാരിച്ചിട്ടുണ്ടാകില്ല ഇത്രയും ദിവസമൊന്നും ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന്. ഇത്രയും ദിവസമൊന്നും അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ടാവില്ല. മുമ്പ് പല കേസുകളിൽപ്പെട്ടും അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട്. പക്ഷേ 2, 3, 4, 5 ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ ജാമ്യം നേടി പുറത്ത് വന്നിട്ടുമുണ്ട്. ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചാലുള്ളതിൻ്റെ ഭവിഷ്യത്തിനെ പറ്റി, പ്രത്യേകിച്ചും ED പോലെയുള്ള ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചാലുള്ള ഭവിഷ്യത്തിനെ കുറിച്ച് ഈ IP ബിനുവൊക്കെ അറിയാതെ പോയതാണോ, ഇനി അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ പിണറായി വിജയനും ഗോവിന്ദനും ഒക്കെ രക്ഷിക്കുമെന്നുള്ള ഒരു ധാരണയിൽ ഈ അക്രമം നടത്തിയതാണോ എന്നറിയില്ല. IP ബിനുവാണ് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് മുട്ട വാങ്ങിയതും ആ മുട്ട ഈ ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിൻ്റെ ഗ്ലാസ്സിൽ എറിഞ്ഞ് പൊട്ടിച്ചതുമൊക്കെ. അത് ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, ആക്രമിക്കാൻ ശ്രമിച്ച് അവരെ വധിക്കാൻ ശ്രമിച്ചു, അവരുടെ വാഹനം തല്ലി തകർത്തു. അങ്ങനെ നിരവധി വലിയ രീതിയിലുള്ള അക്രമമാണ് അവരൊക്കെ അവിടെ നടത്തിയത്. അപ്പോൾ അക്രമം നടത്തിയപ്പോഴൊക്കെ ഇവർക്കൊരു ധാരണയുണ്ടായിരുന്നു, എന്തായാലും പാർട്ടി കേസാണ്, പാർട്ടി 1-2 ദിവസം കഴിയുമ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങി വരാം. ആ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഹാരാർപ്പണമൊക്കെ നടത്തി സമൂഹ മാധ്യമത്തിലൊക്കെ വലിയ രീതിയിൽ തങ്ങളെ വീരപരിവേഷം നൽകി ആദരിക്കുമെന്നൊക്കെയാണ് ഈ പാവങ്ങൾ ധരിച്ചു വെച്ചിരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ആദ്യത്തെ 1-2 ദിവസങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു ധീര സഖാക്കളാണ്, പാർട്ടിക്ക് വേണ്ടി ബലിയാടായവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഒരു വീരപരിവേഷമൊക്കെ ഇവർക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഈ കേസിൽപ്പെട്ട ചിലരുടെ വീട്ടിൽ വി ജോയിയും വി ശിവൻകുട്ടിയും അടക്കമുള്ളവരൊക്കെ, മുതിർന്ന നേതാക്കളൊക്കെ പോയിരിക്കുന്ന കാഴ്ചയും കണ്ടു. അതിലൊരു പ്രവർത്തകൻ്റെ വീട് വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു. ഭിത്തിയിലും സീലിങ്ങിലുമൊക്കെ ഇങ്ങനെ വെള്ളം പറ്റിപ്പിടിച്ച് പായൽ പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ആ വീട്. അവിടെയാണ് ഈ ശിവൻകുട്ടിയൊക്കെ പോയി ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമത്തിലൊക്കെ പ്രചരിപ്പിച്ചത്. അതായത് ജയിലിലായ സഖാവിൻ്റെ വീട്ടിൽ വി ശിവൻകുട്ടിയും ജോയിയും ഒക്കെ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ചിത്രമൊക്കെ പ്രചരിപ്പിച്ചത്. സാധാരണ അന്തം കമ്മികളെ സംബന്ധിച്ചിടത്തോളം അത് ദൈവം പ്രത്യക്ഷപ്പെടുന്നത് പോലെയാണ്. പിണറായി വിജയനോ അല്ലെങ്കിൽ ഈ ശിവൻകുട്ടിയോ പോലെയുള്ള നേതാക്കളൊക്കെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ പോലും അവർക്ക് അത്രയും ഒരു സന്തോഷമുണ്ടാകില്ല. അതാണ് അവരുടെ ഒരു ചിന്താശേഷിയും വിവരവും ഒക്കെ അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, IP ബിനുവിനെ കോടതിയിലോ ആശുപത്രിയിലോ മറ്റോ ഹാജരാക്കാനായി കൊണ്ടുവന്നപ്പോൾ പോലീസ് വാഹനത്തിൽ അദ്ദേഹം ഇരിക്കുന്ന ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അദ്ദേഹം ആകെ മെലിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾ തന്നെ പറയുന്നു, പ്രമേഹ രോഗിയായ ഒരു മനുഷ്യനാണ്, ആ മനുഷ്യനെയാണ് ഇതുപോലെ ഇട്ട് പീഡിപ്പിക്കുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മര്യാദയ്ക്ക് കട്ടൻ ചായയും പരിപ്പോടെയും നിന്നുകൊണ്ടിരിക്കുന്ന ആളിനെ പോയി പിടിച്ചുകൊണ്ട് വരികയായിരുന്നില്ലല്ലോ പോലീസ്. അവിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ഒരു പ്രതിയെ
പിടിച്ച് ജയിലിലാക്കി. എന്തായാലും ഈ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി. പക്ഷേ എന്നിട്ട് പോലും ഇവരിൽ പലരും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു വലിയ വിഭാഗത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി, അധികാരം നഷ്ടപ്പെട്ടു. ഇവിടെ ചെങ്കോണകവും കമ്മ്യൂണിസവും ഒക്കെ തീരാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. നോക്കി പ്രതികരിച്ചില്ലെങ്കിൽ പഴയതുപോലെ ഊച്ചാളിത്തരവും ചട്ടമ്പിത്തരവുമായിട്ടൊക്കെ വന്നാൽ ആളുകൾ പഞ്ഞിക്കിടും എന്നുള്ളൊരു ധാരണ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ മുമ്പ് പറഞ്ഞ മാവേലിക്കരയിലെ അന്തം കമ്മിയായ സൈബർ പോരാളി അരുൺ ശിവൻകുട്ടി. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ ആൾക്കാരൊക്കെ പഞ്ഞിക്കിട്ടതായിട്ട് പറഞ്ഞപ്പോൾ പട്ടി കരയുന്നത് പോലെ അവൻ കരയുന്നുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഈ അന്തം കമ്മികളുടെ ഇപ്പോഴത്തെ അവസ്ഥ. എന്തുകൊണ്ടാണ് ഇവരെ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ ആ രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള സൈബർ അധിക്ഷേപം നേരിട്ടവരാണ്. മരിച്ചുപോയ അമ്മയെക്കുറിച്ച് പോലും എത്ര മോശപ്പെട്ട വാക്കുകൾ കേട്ട് നെഞ്ച് നുറുങ്ങിപ്പോയവരാണ്. കള്ളക്കേസുകൾ ഉണ്ടാക്കി ഒരു തവണ ജയിലിലടച്ചു, ഓഫീസ് റെയ്ഡ് ചെയ്തു, പല പല കേസുകളുണ്ടായി. ഇപ്പോഴും ആ കേസുകളൊക്കെ നിലവിലുണ്ട്. സർക്കാരിൻ്റെയും പിണറായി വിജയൻ്റെയും ഒക്കെ താന്തോന്നി തരങ്ങളെ ചൂണ്ടിക്കാണിച്ചതിനാണ് ഞങ്ങളെയൊക്കെ ഇങ്ങനെ വേട്ടയാടിയത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് തോന്നുന്ന ഒരു അമർഷവും പകയും ഒക്കെ ഞങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ കായികമായിട്ടൊന്നും നേരിടാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഉൾപ്പെടെയുള്ളവർ. അത് നിയമപരമായിട്ട് പോകാനാണ് ഞങ്ങളുടെയും ഉദ്ദേശം. പക്ഷേ എന്തായിരുന്നാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നൊരു പ്രയോഗമുണ്ട്. അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. IP ബിനു ഈ പറയുന്ന അന്തം കമ്മികൾക്ക് ഒരു പാഠമായിരിക്കണം. കാരണം പെട്ടുപോയാൽ പെട്ടു, അവിടെ ഇനി ഒരു രക്ഷയുമില്ല. പിണറായി വിജയന് പോലും കീറക്കടലാസിൻ്റെ ഒരു വിലയുള്ള ഒരു അവസ്ഥയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. സാധാരണ അന്തം കമ്മികൾ പോലും താടിക്കിട്ട് തട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഗോവിന്ദനൊക്കെ ഒറ്റയ്ക്കാണ് നടന്നിരുന്നതെങ്കിൽ അന്തം കമ്മികൾ തന്നെ എറിഞ്ഞിടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. ഇതൊക്കെ മനസ്സിലായി മുന്നോട്ട് പോയാൽ നിങ്ങൾക്കിവിടെ മാന്യമായിട്ടെങ്കിലും ജീവിക്കാം. അല്ലാതെ ഇനി കമ്മ്യൂണിസത്തെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവരാനോ കമ്മ്യൂണിസത്തിൽ ഈ CPM-ൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നേടാമെന്ന് കരുതിയാലോ ഒന്നും ഒരു രക്ഷയുമില്ല. കാരണം ഓപ്പറേഷൻ തൂഫാൻ വന്നതോടുകൂടി നിങ്ങൾക്കുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ നിലച്ച മട്ടായി. അതുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങളും ഒന്നും നടക്കില്ല. ഇതൊക്കെ ഓർത്താൽ നിങ്ങൾക്ക് നല്ലത്.